സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് വന്ന കുറച്ച് റീൽസും കാര്യങ്ങളുമാണ്. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ റീൽസിൻ്റെ അങ്ങേ അറ്റത്തെ വിവരക്കേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ചെറിയ ഫോട്ടോ വർക്ക്സ് അല്ലെങ്കിൽ ലോഗോ ഡിസൈനിങ് അല്ലെങ്കിൽ അതുപോലത്തെ കുറച്ച് ഡിസൈൻ വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവരൊക്കെ നിങ്ങൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം. പോരുന്നോ കണ്ട കൂടെ കണ്ട പെണ്ണായിട്ട് ഒരു ബുദ്ധിമുട്ടും വരാതെ പൊന്നുപോലെ നോക്കും. ആദ്യം LKG പാസ്സാവാൻ നോക്കാം, എന്നിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ LKG UKG കഴിഞ്ഞ പിള്ളേരല്ലേ ഇപ്പൊ ലൈനുമായിട്ട് സെറ്റായി നടക്കുന്നേ. കാണുമ്പോ ഒരു തലവേദന. എനിക്ക് വയ്യ. മെസ്സേജ് സിംഗിൾ ടിക്ക് ഡബിൾ ടിക്ക് ആവുന്നു, ഡബിൾ ടിക്ക് ബ്ലൂ അമ്മാവനിപ്പോ എവിടുന്ന് കയറി വന്നു, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആവുന്നൊക്കെ നോക്കി കുത്തിരിക്കാൻ എനിക്ക് വയ്യ. ഇപ്പൊ എന്തോ ശരിക്കും റീൽസിനകത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മള് വേഗം വലിയ അതുകൊണ്ട് മല മറിച്ച കണ്ടന്റ് അങ്ങാണ്ട് പൊട്ടി മുളച്ച റീൽസിനകത്ത് വിടുവാന്ന് വരുന്നതെല്ലാം വേണ്ടി ഇതാ. എല്ലാരും പിള്ളേരെ അടിച്ചു വളർത്തണം എന്നല്ലേ എല്ലാരും പറയുന്നത്. എന്റെ കാരണം തന്നെ ഇതാ. അപ്പൊ ഗൈസ്, നമ്മൾ അടുത്ത കാണാനായിട്ട് വന്ന റീൽ എന്തോന്ന് ചോദിക്കും. ഒരു പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ കൊള്ളാം. നിന്റെ മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഞാൻ. അത് തനിക്ക് ഇനിയും മനസ്സിലായില്ലേ? ഞാൻ എന്ത് കണ്ടിട്ട് നിന്നെ സ്നേഹിക്കണം? നിന്റെ ഫിഗർ കണ്ടിട്ടോ? അത് നിന്റെ ഫാമിലി സ്റ്റാറ്റസ് കണ്ടിട്ടോ? നാണമില്ലടാ നിനക്ക്? ഇവിടുന്ന് അവനെ റിജക്ട് ചെയ്ത് വിട്ടിരിക്കുന്നു, സുഹൃത്തുക്കളെ റിജക്ട് ചെയ്ത് വിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വേഗം കാര്യം അത്രേ ഉള്ളൂ, റിജക്ട് ചെയ്ത് വിട്ടു. പക്ഷെ ഇപ്പോഴല്ല, ഇനി അടുത്ത ട്വിസ്റ്റ് കാണാൻ പോകുന്നേ ഉള്ളൂ. ട്വിസ്റ്റ് ഇപ്പൊ കാണിച്ചു തരാം, വെയിറ്റ് ചെയ്യും. A few moments later. കൊടുത്തയച്ചതാണോ? അല്ല, പിന്നെ എത്രയോ കാലമായിട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഞാൻ എത്ര പ്രാവശ്യം അത് പ്രകടിപ്പിച്ചു. നിന്നെ സ്നേഹിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. സ്നേഹിക്കാനുള്ള യോഗ്യത എന്നുള്ളത് സ്നേഹമുള്ള ഒരു മനസ്സാണ്. അത് നിനക്കുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അത്രയും മതി. ഇങ്ങനെയൊക്കെ കേരളത്തിൽ എല്ലാവർക്കും സെറ്റായിരുന്നു, എന്ത് നല്ലതായിരുന്നേനെ. ഹാപ്പി ആയിട്ട് പോയേനെ എല്ലാവരും. എന്റെ ഭാവി വധുവിനെ പറ്റിയുള്ള ചില സങ്കല്പങ്ങൾ: നല്ല സുന്ദരിയായിരിക്കണം, നല്ല പഠിക്കുന്ന ഒരുത്തിയായിരിക്കണം, അതുപോലെ തന്നെ അവൾക്ക് നല്ലൊരു ജോലി വേണം, അതുപോലെ തന്നെ എന്നെ ജോലിക്ക് പറഞ്ഞാക്കാണ്ട് അവള് ജോലിക്ക് പോകണം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, എന്റെ സങ്കല്പമാണ്. പക്ഷെ നമ്മൾ ഇതൊരു സങ്കല്പം മാത്രമാണ് മച്ചാൻ, ഒന്നും നടക്കാൻ പോകുന്നില്ല ശരിക്കും. നീ പേടിക്കണ്ട മച്ചാനെ, നിനക്കുള്ള എവിടെയെങ്കിലും ഒക്കെ കാണും, എനിക്കും കാണുമായിരിക്കും, അറിയത്തില്ല. കാണണേ. ഈ സാധനത്തിന് എനിക്കറിയാം സത്യം പറഞ്ഞാൽ. പണ്ട് ഞാൻ ഈ ടിക്ടോക്ക് കാണുന്ന സമയത്താന്ന് തോന്നുന്നു, അന്നാന്ന് തോന്നുന്നു പുള്ളിക്കാരി അത്രയ്ക്ക് ഫേമസ് ആയി. കാരണം വെച്ചാൽ എല്ലാവരും അന്ന് ടിക്ടോക്കിനകത്തായിരുന്നു കൂടുതൽ. ടിക്ടോക്കും യൂട്യൂബ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൊറോണയും കൂടെ ആയിരുന്നു. ആ സമയത്താണ് ഈ മാരണം കയറി ഫേമസ് ആയത്. അത് പറ്റില്ല മോളെ, നീ അവിടെ തന്നെ നിൽക്കും. എനിക്ക് അമ്മേനെ കാണണം. അമ്മക്ക് നിന്നെ കാണണ്ട, എനിക്ക് കാണണ്ട. ഒരിക്കലും എനിക്കോ ഈ ക്രിഞ്ചടിക്കുന്ന വീഡിയോ ഒന്നും കണ്ടോണ്ടിരിക്കാൻ. എന്തൊരു നോട്ടാടി പെണ്ണെ, ഇങ്ങനെ നോക്കല്ലേ. എനിക്ക് പിന്നെ കാണാണ്ടിരിക്കാൻ പറ്റാണ്ടാവും കേട്ടോ. യോടാ, ഇതുങ്ങളെല്ലാം എവിടുന്ന് കയറി വരും. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ ചില സമയത്ത് കണ്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടും കയറി വന്നു. റീൽസ് ഒക്കെ ചെയ്ത് എന്തായാലും നടക്കട്ടെ. അല്ല ഇപ്പൊ എന്തോ ചെയ്യാൻ. ഇപ്പോഴത്തെ പിള്ളേർ ഒരുമാതിരി തോന്നിയ പോലെ ഇടുന്ന പോലൊന്നും അല്ലല്ലോ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മാസ് കാണിക്കാൻ നോക്കിയത് അവന്റെ റാട്ടങ്ങ് നിന്നേ. ഡയലോഗ് പെൺകുട്ടികളോട് പറഞ്ഞാല് ആൺകുട്ടികൾക്ക് അടിയുറപ്പ്, തിന്നാൻ ചിപ്സ്. സത്യം പറഞ്ഞാൽ ഇപ്പൊ റീൽസ് കൊണ്ട് വേറൊരു ഗുണം കൊണ്ടുണ്ട്. നമ്മൾ ന്യൂസ് കാണണമെങ്കിൽ ന്യൂസ് ചാനൽ എടുക്കേണ്ട ഒരാവശ്യമില്ല. റീൽസിലോട്ട് ജമ്പ് ചെയ്താൽ മാത്രം മതി. പുള്ളിക്കാരന്റെ വീഡിയോ കണ്ടാൽ മതി. ന്യൂസാണ് എന്റെ പോലെ വിഷയ ന്യൂസൊക്കെ നമുക്ക് പങ്കുവെച്ചോണ്ടിരിക്കുന്ന പുള്ളിക്കാരൻ. കുട്ടികൾക്ക് അടിയുറപ്പ്, തിന്നാൻ ചിപ്സ്, തേക്കാൻ പിക്സ്, കുളിക്കാൻ ലെക്സി, നിനക്കൊരു കിസ്. ആദ്യമേ ആർക്ക് അടി കൊടുക്കണ്ടെന്ന് അറിയാവോ? നിനക്കിട്ട് 2 എണ്ണം ആദ്യമേ തരണം, എന്നിട്ട് വേണം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ. കല്യാണോ? ആർക്ക്? ഇതിനോ? 2-3 വർഷം കൂടെ കഴിഞ്ഞ് വല്ല കല്യാണം വല്ല മതിയാതെ. ഇച്ചിരി നേരത്തെ ആയിപ്പോയി. ആഴ്ച പോലെ പെൻഷൻ കിട്ടേണ്ട ടീംസ് ഇപ്പൊ തന്നെ റീൽസ് കിടന്ന് കളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചിരിക്കുന്നു. ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ചെയ്ത് ബെല്ലും അടുത്ത് വരുന്ന ഓളാക്കി ഇട്ടേക്കണം. എന്നാലും ഈ അടുത്ത വരുന്ന വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കാലമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ. അപ്പൊ അറിയായിരിക്കുമല്ലോ, എല്ലാം ചെയ്ത് വെച്ചേക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ഓക്കെ, ബൈ.